നാദാപുരം സ്വദേശിനി ശരണ്യ കൊച്ചി IT ജീവനക്കാരി അല്ലേ. അതായത് ട്രെക്കിങ്ങിന് പോയി ഒരു 4 ദിവസം കഴിഞ്ഞതിന് ശേഷം ട്രെക്കിങ്ങിന് പോയതിന് ശേഷം മിസ്സിംഗ് ആയി. 4 ദിവസത്തിന് ശേഷം കണ്ടുകിട്ടി. വളരെ സന്തോഷകരമായ ഒരു അവസ്ഥ അല്ലേ. പക്ഷെ എല്ലാവർക്കും നമ്മുടെ ശരണ്യയെ കിട്ടിയതിൽ സന്തോഷമില്ല. അതിൽ മെയിനായിട്ട് കുറച്ച് മാധ്യമങ്ങളും കുറച്ച് യൂട്യൂബേഴ്സ് അല്ലേ, അവർക്കും ഒരുപാട് സംശയങ്ങളാണ്. അതായത് ഈ 4 ദിവസം ശരണ്യ എന്ത് പറ്റി, എന്ത് ചെയ്തു, കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസർ കിട്ടിയില്ല. ശരണ്യ പറയുന്നതിൽ വളരെ കറക്റ്റല്ല എന്നൊക്കെയാണ് ഈ CBI ടീമുകൾ, ഈ കുറച്ച് മാധ്യമങ്ങളും കുറച്ച് യൂട്യൂബേഴ്സും പിന്നെ കുറേ FBയിലും ഇൻസ്റ്റയിലൊക്കെ കുറേ എന്താ പറയുക കമൻറ്റ് ബോക്സിൽ കുറേ ടീമുകൾ. അവരുടെ മെയിൻ ചോദ്യം എന്ന് പറയുന്നത് ടാക്സ് ഇത്രയും ഒരുപാട് നികുതി പണം ചെലവാക്കി, ആ നികുതി പണവും കൂടി ശരണ്യയിൽ നിന്ന് ഈടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു വിഭാഗം ആളുകൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ ശരണ്യയെ കുറിച്ചാണ്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. ോളം ഈ ശരണ്യ മിസ്സിംഗ് ആയ ദിവസം മുതൽ തന്നെ വളരെ ടെൻഷൻ ആയിരുന്നു അല്ലേ. അതായത് ഒരു പെൺകുട്ടി, അതിലുപരിയായിട്ട് പിന്നെ മലയാളി, നമ്മുടെ ഒരു സ്വന്തം ഒരു കുട്ടി മിസ്സിംഗ് ആയ പോലെ തന്നെ ഒരു വലിയൊരു വിഭാഗം ജനങ്ങളെ ആ കുട്ടിയുടെ ന്യൂസിനായിട്ട് കാത്തിരുന്നു എന്നത് ഒരു സത്യമാണ്. അങ്ങനെ കുറെ നെഗറ്റീവ് ചിന്തിക്കുന്ന കുറച്ച് നെഗറ്റീവ് ടീമുകളാണ് ഞാൻ ആദ്യം പറഞ്ഞ മലയാള ടീമുകൾ. ഓക്കെ. പിന്നീട് എന്താ പറയാ, ഒരു 4 ദിവസത്തിന് ശേഷം ആ കുട്ടിയെ ജീവനോടെ കണ്ടപ്പോഴാണ് ശരിക്കും സന്തോഷമായത്. ഓക്കെ. അതിലാണ് ഈ ചെറിയൊരു വിഭാഗം ടീമുകൾക്ക് അതിൽ നിന്ന് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ടീമുകൾ, എല്ലാത്തിലും ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതാണല്ലോ നമ്മുടെ മെയിൻ മലയാളികളുടെ ഒരു പോളിസി. ആ കുത്തിത്തിരിപ്പ് ടീമുകളാണ് അതിൽ നിന്ന് കൂലങ്കഷിതമായി ചിന്തിച്ചിട്ട് 4 ദിവസത്തിന്റെ നിന്ന് ശരണ്യയുടെ മിസ്സിങ്ങില് വളരെ ദുരൂഹത ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്താല്ലേ അവസ്ഥ. അതായത് കേരളത്തില് നമ്മുടെ ശരണ്യയെ പോലെയുള്ള കുട്ടികൾ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനമാണ് അല്ലേ. അതായത് ഒരു പെൺകുട്ടിയായിട്ട് പോലും ട്രെക്കിങ്ങില് താല്പര്യം, ഒരുപാട് ട്രെക്കിങ്ങുകൾ ആ കുട്ടി പോയിട്ടുണ്ട്. വളരെ സ്വതന്ത്രമായി ജീവിക്കുന്നു അല്ലേ. നമ്മുടെ മറ്റ് വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ കണ്ടിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ ഇതുപോലെ ഒരു പെൺകുട്ടി ഉണ്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് അഭിമാനം തന്നെയാണ് അല്ലേ, പ്രത്യേകിച്ച് പെൺകുട്ടി എന്ന നിലയ്ക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഈ മിസ്സിംഗ് കേസിൽ തടിയന്റെ മോൾ എന്ന് പറയുന്ന ആ പീക്ക്, അതായത് പശ്ചിമഘട്ടത്തിന്റെ ബ്രഹ്മഗിരി കുന്നുകളിലെ ഏറ്റവും വലിയ പീക്കാണ് ഈ കർണാടകയിലെ ഈ തടിയന്റെ മോൾ പീക്ക് എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ കുട്ടി മിസ്സിംഗ് ആയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ട്രെക്കിംഗ് ഗ്രൂപ്പിന്റെ കൂടെയാണ് പോയിരിക്കുന്നത്. അതായത് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല, അതുകൊണ്ട് ഗ്രൂപ്പിന്റെ കൂടെ പോകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപരിചിതരായ കുറച്ച് പേരുടെ കൂടെ പോയി അവിടെ വെച്ച് ഈ കുട്ടി മിസ്സിംഗ് ആയി. ഏപ്രിൽ 2-ാം തീയതി, ഏപ്രിൽ 5-ാം തീയതി ഈ കുട്ടിയെ കിട്ടി. ഓക്കെ. ആ കിട്ടിയതിന് ശേഷമുള്ള സന്തോഷം എല്ലാ മാധ്യമങ്ങളും പ്രകടിപ്പിക്കുന്ന സമയത്താണ് ഒരു വിഭാഗം ആളുകൾ വളരെ സന്തോഷിക്കുന്നുണ്ട്, എന്നാലും അവരുടെ നിരാശയായിരുന്നു. നിരാശ എന്ന് പറയുന്നത് ഇതിന് എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. അതായത് ശരണ്യയുടെ മിസ്സിംഗ് കേസിൽ ഈ 3-4 ദിവസത്തെ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ആൻസർ കിട്ടിയിട്ടില്ല. വളരെയേറെ ഇതിൻ്റെ സത്യം പറഞ്ഞാൽ അവര് നിരാശപ്പെടാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. അതായത് ഒരു പെൺകുട്ടി 2-3 ദിവസം മിസ്സിംഗ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് അവർ കണക്കാക്കുന്ന ന്യൂസ് എന്തായിരുന്നു, അതായത് നമ്മളെ സാധാരണ ഒരാളെ മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് 1 ദിവസം കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്താ പ്രതീക്ഷിക്കുക, ഈ എവിടെയെങ്കിലും വല്ല ഡെഡ് ബോഡി കിടക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും റേപ്പ് ചെയ്ത് ഏതെങ്കിലും കാട്ടിനുള്ളിൽ കിടക്കണം.
അതൊക്കെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് 4 ദിവസം കഴിഞ്ഞ വഴി ഈ കുട്ടി ജീവനോടെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിരാശയായിരിക്കും ബലം. ആ നിരാശയുടെ ബലത്തിനനുസരിച്ചാണ് അവരുടെ വാക്കുകളിൽ നിന്ന്, അവരുടെ ചാനലുകളിൽ നിന്ന് കണ്ടത്. ഓക്കെ, അതായത് ശരണെ പറയുന്നുണ്ട് എങ്ങനെ എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്ന്. അതായത് ഫസ്റ്റത്തെ ദിവസം എന്ന് പറയുന്നത് ഒരുപാട് കാലിന് ഒരുപാട് പെയിൻ ഉണ്ടായിരുന്നു, ഒരുപാട് ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു കാലിന്, ഇവിടെ നടക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ഡ്രോണ് എന്തെങ്കിലും റെസ്ക്യൂവിന് വരുമെന്ന് സംശയിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ദിവസം മഴയായിരുന്നു. നാലാമത്തെ ദിവസം വെറ്റൊക്കെ ആയി. അപ്പോൾ ജസ്റ്റ് മുകളിലേക്ക് കയറി ക്ലൈംബ് ചെയ്ത് വരാൻ നിൽക്കുന്ന സമയത്താണ് മറ്റേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരെ കണ്ടെത്തിയത്. ഓക്കെ, അതായത് ആ ഒരു അധികം വന്യമൃഗങ്ങളുടെ ഒന്നും ശല്യമില്ലാത്ത ഒരു ഇതിലാണ് അവര് കഴിച്ചു കൂട്ടിയത്. ഒരു 1/2 ലിറ്റർ ബോട്ടിലാണ് മാത്രമേ അവരുടെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനെയൊക്കെയാണ് മറ്റേ ടീമുകൾ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 1/2 ലിറ്റർ ബോട്ടിൽ വെള്ളം കൊണ്ട് അവർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമോ 4 ദിവസം? മറ്റേ വലിയൊരു കാടല്ലേ എന്നൊക്കെയാണ് അവർ പറയുന്ന മറ്റൊരു ന്യായം എന്ന് പറയുന്നത്. അതായത് ഈ 1/2 ലിറ്റർ ബോട്ടിൽ എന്ന് പറയുന്നത് 1/2 ലിറ്റർ ബോട്ടിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ റീഫില്ല് ചെയ്യാലോ. ഓക്കെ, പിന്നെ മറ്റേ ടീമുകൾ പറയുന്നത് നികുതി എന്ന് പറയുന്നത് അല്ലേ, അതായത് നികുതി പണം എന്ന് പറയുന്നത്, അതായത് മറ്റേ ഒരു പൗരൻ എന്ന് പറയുന്നത്, ഒരു രാജ്യത്തെ പൗരൻ എന്ന് പറയുന്നത് മിസ്സിങ് ആകുന്ന സമയത്ത്, ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ മിസ്സിങ് ആകുന്ന സമയത്ത് ഗവൺമെന്റ് അവിടെ ആ പൗരന്റെ ജീവൻ രക്ഷിക്കുക എന്നാണ് ആ ഗവൺമെന്റിന്റെ കടമ എന്ന് പറയുന്നത്. അവിടെ എത്ര പൈസ ചെലവായി എന്നല്ല, അവിടെ ചിലപ്പോൾ ലക്ഷങ്ങളോ കോടികളോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക കാര്യങ്ങളോ അല്ലെങ്കിൽ പട്ടാളത്തിന്റെയോ അല്ലെങ്കിൽ കേന്ദ്ര സേനകളുടെയൊക്കെ ആവശ്യം വരും. അവിടെ ഇത്ര നികുതി കളഞ്ഞു, ആ നികുതി പണവും കൂടി ആ പെൺകുട്ടിയിൽ നിന്ന് ഈടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ഫേസ്ബുക്ക് അമ്മാവന്മാരും കിടന്ന് കാറുന്നത്. ഓക്കെ, പിന്നെ എന്താ പറയാ, ആ കുട്ടി മിസ്സിംഗ് ആയിട്ട് 4 ദിവസം കഴിഞ്ഞ് കണ്ടുകിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെന്റിനും കൂടി പരാജയമല്ലേ. അതായത് അവിടെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ കണ്ടുപിടിക്കാലോ. എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല? 4 ദിവസം കഴിഞ്ഞിട്ടല്ലേ കണ്ടുപിടിച്ചത്. അപ്പൊ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ വേണ്ടത്. ജീവനോടെ കിട്ടിയാല് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, അല്ലാതെ അവിടെ ദുരൂഹ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങോട്ട് പൊലിപ്പിക്കുകയല്ല വേണ്ടത്. ആ കുട്ടി എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ കുറെ ഊഹാപോഹങ്ങൾ വെച്ചിട്ട് ഈ 4 ദിവസം എവിടേക്കോ ഈ വേറെ എന്തൊക്കെയോ ആണ്, മറ്റേന്താ പറയാ ഈ വൈറലാകാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരതിനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ പൊലിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, അതായത് എൻ്റെ അഭിപ്രായത്തില് ആ കുട്ടി എന്ന് പറയുന്നത് വളരെ ബോൾഡാണ്. അതായത് 4 ദിവസം ആ കുട്ടി പിടിച്ചു നിന്നല്ലോ, അതും ഒരു പെൺകുട്ടിയായിട്ട്. അതായത് സാധാരണ അവിടെ നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ വല്ലരുടെയും വീട്ടിലും എല്ലാം മിസ്സിങ് ആയിരിക്കുന്നത്. അത് വന്യമൃഗങ്ങളുള്ള ഒരു കൊടുങ്കാട്ടിൽ വെച്ചിട്ടാണ് മിസ്സിങ് ആയിരിക്കുന്നത്. അതും 1-2 ദിവസമല്ല, 4 ദിവസം. ഓരോ ദിവസത്തെ കുറിച്ചും ആ കുട്ടി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഈ മാധ്യമങ്ങള്, അതായത് ഈ കുട്ടി എങ്ങനെയാണ് മറ്റേ ഇത്രയും ദിവസം അവിടെ ഇരുന്നത്, അവർ പറയുന്നതിൽ കംപ്ലീറ്റ് അപാകതയാണ്. ഈ വെള്ളം ഒരു പ്രശ്നമാണ്. വെള്ളം കൊണ്ട് 1/2 ലിറ്റർ വെള്ളം കൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. മലയാളികളുടെ ഒരു പോളിസി. ആ കുത്തിത്തിരിപ്പ് ടീമുകളാണ് അതിൽ നിന്ന് കൂലങ്കഷിതമായി ചിന്തിച്ചിട്ട് 4 ദിവസത്തിന്റെ നിന്ന് മറ്റേ ശരണ്യയുടെ മിസ്സിങ്ങില് വളരെ ദുരൂഹതയുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്താല്ലേ അവസ്ഥ. അപ്പൊ അതൊക്കെയാണ് മലയാളി എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഇതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ഇപ്പോ അതിനൊന്നും വലിയ പ്രസക്തി ഇല്ലാണ്ടായി. ശരണ്യ വന്നു, വളരെ വീട്ടുകാരോടൊപ്പം ജോയിൻ്റായി, വളരെ സന്തോഷവതിയാണ് എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. ഓക്കെ, മറ്റേ ടീമുകൾ ശരിക്കും ചമ്മിപ്പോയി എന്ന് പറയാം. അതെ, നല്ലൊരു സെൻസേഷണൽ ന്യൂസ് കിട്ടുമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് കിട്ടേണ്ടത് എന്താണ്, ഒരു മിസ്സിങ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ബോഡി
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാട്ടുമൃഗങ്ങള് പിച്ചിച്ചിന്തിയ ഒരു ഇതൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷെ മുകേഷ് ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഒത്തില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നീ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.